നമുക്ക് ജയന്റവി കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ബ്രദർ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, സഹോദരനായ കാർത്തിക്, ചേച്ചിയായ ആനന്ദി. എന്നാൽ കാർത്തിക് കാരണം ആനന്ദിക്ക് ഒരുപാട് പ്രശ്നമുണ്ടാവുകയാണ്. പക്ഷെ ആനന്ദിക്ക് കാർത്തിക് എന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷെ കാർത്തികിനെ പറ്റിയുള്ള ഒരു നിഗൂഢത നിറഞ്ഞ ഒരു രഹസ്യമുണ്ട്. അത് ആനന്ദിക്ക് അറിയുമോ ഇല്ലയോ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ കാർത്തികിനെ കാണിക്കുന്നു. കാർത്തിക് ആണെങ്കിൽ ലോ പോയിന്റ് ഒക്കെ സംസാരിക്കുന്ന ആളാണ്. എങ്ങനെയെന്നാൽ, കുട്ടിയായിരുന്നപ്പോൾ കാർത്തികിനോട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ നല്ല മനുഷ്യരായി വളരുമെന്ന്. അന്ന് മുതൽ തുടങ്ങിയതാണ് കാർത്തികിന്റെ ചോദ്യപ്പ്. എന്തെന്നാൽ, സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർമാർക്ക് പ്രൈവറ്റ് ട്യൂഷൻ എടുത്തുകൂടാ എന്നൊരു നിയമമുണ്ടല്ലോ. എന്നാൽ കാർത്തിക് ആണെങ്കിലോ ടീച്ചേഴ്സിനെ അക്കാര്യത്തിൽ ചോദ്യം ചെയ്യും. പ്രൈവറ്റ് ട്യൂഷൻ എടുക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്, പിന്നെ നിങ്ങളൊക്കെ എന്തിനാ പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുന്നതെന്ന് ടീച്ചർമാരോട് തന്നെ അവൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. കാർത്തികിന്റെ ഈ ഒരു ക്വാളിറ്റിയൊക്കെ കണ്ട അച്ഛനാണെങ്കിൽ കാർത്തികിനെ ലോ കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. അവൻ നന്നായി പഠിച്ച് മുന്നോട്ട് പോകുന്നു. അതേസമയമായിരുന്നു എക്സാം നടന്നപ്പോൾ കാർത്തികിന് മുന്നിലിരുന്ന പയ്യനാണെങ്കിൽ ഒന്നും എഴുതാതിരിക്കുന്നത് അവൻ കാണുന്നത്. അപ്പോൾ ആ ഹാളിൽ നിന്ന് സാറാണെങ്കിൽ വന്നിട്ട്, എന്തെങ്കിലും എഴുത്, ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ പണി കിട്ടുന്നത്, എങ്ങനെയെങ്കിലും എക്സാം എഴുതി പാസ്സാകാൻ നോക്ക് എന്ന് പറയുമ്പോൾ ആ പയ്യനാണെങ്കിൽ എനിക്കൊന്നും എക്സാം എഴുതാനൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സാറിനെ തന്നെ അപമാനിക്കും വിധം സംസാരിക്കും. ആ പയ്യൻ ആരെന്നാൽ ലോ മിനിസ്റ്ററിന്റെ മകനായിരുന്നു. എന്നാൽ ആ സാറാണെങ്കിൽ ആ പയ്യൻ എക്സാം പാസ്സായില്ലെങ്കിൽ തനിക്കാണ് പണി കിട്ടുന്നത് എന്ന് പേടിച്ച് ആ പയ്യനെ മാറ്റിയിരുത്തി സാറാണെങ്കിൽ എക്സാം എഴുതുവാനായും തുടങ്ങി. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാനാകാത്ത കാർത്തിക് ആണെങ്കിലോ മൊബൈൽ എടുത്തുകൊണ്ടുവന്ന് അതെല്ലാം വീഡിയോ പിടിക്കുവാനായും തുടങ്ങി. അത് കണ്ട സാർ ചോദിക്കും, നീ എന്തിനാ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്? അപ്പോൾ കാർത്തിക് പറയും, സാർ ചീറ്റ് ചെയ്യുകയല്ലേ, ഇതെല്ലാം ഞാൻ സോഷ്യൽ മീഡിയ വഴി പുറത്തു കൊണ്ടുവരും, നിങ്ങൾക്കൊക്കെ ശിക്ഷ വാങ്ങി തരുമെന്നും കാർത്തിക് പറയുകയാണ്. മറ്റുള്ളവർക്കാർക്കും കിട്ടാത്ത ആനുകൂല്യം ഒരു ലോ മിനിസ്റ്ററിന്റെ മകന് കിട്ടുന്നു. അങ്ങനെയുള്ള അനീതികളൊന്നും കാർത്തികിന് സഹിക്കാനായും പറ്റുന്നില്ല. എന്നാൽ കാർത്തികിന്റെ ആ പ്രവൃത്തിക്കാണെങ്കിലോ കോളേജുകാർ കൊടുത്ത പണിഷ്മെന്റ് എന്തെന്നാൽ കാർത്തികിന് ആ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. എന്നാൽ കാർത്തിക് ആണെങ്കിലോ സർട്ടിഫിക്കറ്റ് പോലും വാങ്ങാതെ കോളേജിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. കാർത്തികിന്റെ ഈ പ്രവൃത്തികളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്ന അച്ഛനാണെങ്കിൽ ഒരിക്കൽ അമ്മയോട് പറയും, നീ നോക്കിക്കോ, ഒരിക്കൽ ഇവൻ നമ്മളെ നടു റോട്ടിൽ കൊണ്ടുവന്ന് നിർത്തും. അത് കേട്ട അമ്മ ചോദിക്കും, നമ്മൾ എന്തിനാ നടു റോട്ടിൽ ഇറങ്ങുന്നത്? ഇത് നമ്മളുടെ സ്വന്തം വീടല്ലേ, പിന്നെന്തിനാ നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഇവൻ ഉണ്ടാക്കുന്ന പ്രശ്നത്തിന് ഒരിക്കൽ നമ്മൾ നടു റോട്ടിൽ നിൽക്കേണ്ടി വരുമെന്ന് തന്നെ അച്ഛൻ പറയുകയാണ്. കാർത്തിക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടുന്നത് കൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞതും. കാർത്തികും കുടുംബവും താമസിക്കുന്നത് ഒരു ഫ്ളാറ്റിലായിരുന്നു. ആ ഫ്ളാറ്റ് നിർമ്മിച്ച് 30 വർഷമായി, ഇതുവരെയും റിനോവേഷൻ നടന്നിട്ടില്ല എന്ന പേരിൽ കാർത്തിക് ആണെങ്കിൽ പ്രശ്നമുണ്ടാക്കും. അസോസിയേഷനെതിരെ കംപ്ലൈന്റും കൊടുക്കുന്നു. എന്നാൽ അത് കാരണം ദേഷ്യം എന്ന അസോസിയേഷൻ മെമ്പേഴ്സ് ആണെങ്കിലോ കാർത്തികിന്റെ അച്ഛനെ വന്ന് കണ്ടിട്ട് ഒന്നുകിൽ കംപ്ലൈന്റ് പിൻവലിക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഇറങ്ങിത്തരണമെന്നും പറയുന്നു. കാർത്തിക് ആണെങ്കിലോ കംപ്ലൈന്റ് പിൻവലിക്കാൻ സമ്മതിക്കുമോ? ഇല്ല, വീട്ടിൽ നിന്നും ഇറങ്ങണമെന്ന് അവരെ വിരട്ടുന്നു. വേറെ വഴിയില്ലാതെ അച്ഛനും അമ്മയും ഇറങ്ങിക്കൊടുക്കുവാനായും തയ്യാറായി. അച്ഛനാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരിക്കൽ നമ്മൾ നടു റോട്ടിൽ നിൽക്കുമെന്ന്. അത് പറഞ്ഞതും അച്ഛനാണെങ്കിൽ കുഴഞ്ഞു വീണു. അച്ഛനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വിവരമറിഞ്ഞ് കാർത്തികിന്റെ ചേച്ചിയായ ആനന്ദിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്കും എത്തുകയാണ്. ഊട്ടിയിലാണ് ചേച്ചിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോയതും. അങ്ങനെ ചേച്ചിയോട് അച്ഛൻ പറയുന്നുണ്ട്, ഇവനെ എങ്ങനെയെങ്കിലും നീ നല്ലവനാക്കി മാറ്റണം, ഇവനെ ഇനി ഇവിടെ നിർത്തണ്ട എന്ന് പറയുമ്പോൾ ചേച്ചിയാണെങ്കിൽ ഊട്ടിയിലേക്ക് കൊണ്ടുപോകുവാനായും തീരുമാനിച്ചു. കാർത്തികിന്റെ ചേച്ചിയായ ആനന്ദി ഊട്ടിയിലെ ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണ്. അങ്ങനെ ആനന്ദി കാർത്തികിനെയും കൂട്ടി ഊട്ടിയിലെ തന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ വെച്ച് കാർത്തിക് നായികയായ അർച്ചനയെ കാണുന്നു. ഈ അർച്ചന ആരെന്നാൽ ആനന്ദിയുടെ ഭർത്താവിന്റെ സഹോദരിയാണ്. കാർത്തികിനെ കണ്ടതും ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന അർച്ചനയാണെങ്കിൽ കാർത്തികിന്റെ 2 ഫോട്ടോ എടുത്തിട്ട്, ഇതായിരിക്കും നിങ്ങൾ ചിരിച്ചുകൊണ്ടെടുക്കുന്ന അവസാന ഫോട്ടോ, ഇവിടെ ഇങ്ങനെയാണ്, ഇവിടുത്തെ റൂൾസും ചിട്ടകളും നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് പറയുമ്പോൾ, അയ്യോ താൻ എന്താ ഒരു രാക്ഷസ ഗുഹയിലേക്കാണോ പോകുന്നത് എന്ന ചിന്തയാണ് അപ്പോൾ കാർത്തികിനുണ്ടായത്. അങ്ങനെ കാർത്തിക് വീടിനുള്ളിലേക്ക് പോവുകയാണ്. കാർത്തികിനെ തന്റെ സഹോദരിയുടെ ഭർത്താവാണെങ്കിൽ സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കും. ആനന്ദിയുടെ ഭർത്താവായ അരവിന്ദ് IFS ഓഫീസറാണ്. കൂടാതെ ആനന്ദിയുടെ അമ്മായി അച്ഛനാണെങ്കിലോ കളക്ടറും അമ്മായി അമ്മയാണെങ്കിൽ വക്കീലുമാണ്. അത്രയും വിദ്യാഭ്യാസമൊക്കെയുള്ള ജോലിയൊക്കെയുള്ള നല്ല കുടുംബത്തിലാണ് ആനന്ദ് കയറി ചെന്നതും. അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രിക്റ്റ് ആണ് ആ ഒരു കുടുംബത്തിലുള്ളവരും. അവരുടെ വീട്ടിലെല്ലാം റൂളും ചിട്ടയും പ്രകാരമാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കുന്നത് പോലും ടൈം ടേബിൾ വെച്ചാണ്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ടൈം ടേബിൾ വെച്ചാണ് അവർ ചെയ്യുന്നതും. ഭക്ഷണം കഴിക്കുമ്പോൾ ആരും സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ആഹാരം കഴിക്കുന്നതിന് മുൻപ് ദൈവത്തോട് പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറെ റൂളും ചിട്ടകളും എല്ലാം ഉണ്ട്.
ആനന്ദ് കാർത്തികിനെ ഊട്ടിയിലേക്ക് കൊണ്ടുവന്നത് അവനെ നല്ല വ്യക്തിയാക്കി മാറ്റുവാനാണ്. അച്ഛനോട് അവൾ പറഞ്ഞിട്ടുണ്ട്, ഇനി അച്ഛൻ ഇവനെ കാണുമ്പോൾ അവൻ നല്ലൊരു മനുഷ്യനായിരിക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ആനന്ദി അവനെ കൂട്ടിക്കൊണ്ടുവന്നതും. എന്നാൽ അവിടെ എത്തിയ കാർത്തികാണെങ്കിൽ അവരുടെ റൂളും ചിട്ടയും എല്ലാം ബ്രേക്ക് ചെയ്യുവാനായും തുടങ്ങി. അവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അവർക്കാണെങ്കിലോ അത് ചെറിയ രീതിയിൽ ഡിസ്റ്റർബ് ആകുവാനായും തുടങ്ങി. അതാണെങ്കിൽ ആനന്ദിക്ക് മനസ്സിലായി, ഇവൻ അവിടെ വീട്ടിൽ നിന്നാൽ ശരിയാകില്ല, ഇവൻ എന്തെങ്കിലും ജോലി വാങ്ങിക്കൊടുക്കാമെന്നും ആനന്ദ് കരുതുന്നു. ഉടനെ തന്നെ ആനന്ദി കാർത്തികിന് എന്തെങ്കിലും ജോലി വാങ്ങിക്കൊടുക്കുവാനായി അർച്ചനയോട് പറഞ്ഞു. അർച്ചനയാണെങ്കിലോ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അർച്ചനയാണെങ്കിൽ കാർത്തികിനെയും കൂട്ടി താൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടുത്തെ ഹെഡിനോടൊക്കെ സംസാരിച്ച് അവിടുത്തെ ബൗൺസറായി കാർത്തികിന് ജോലി വാങ്ങി നൽകി. അവിടെയുള്ള പേഷ്യന്റും ബൈസ്റ്റാൻഡേഴ്സും ഒക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ അവരെയൊക്കെ പിടിച്ചു മാറ്റുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളാണ് കാർത്തികിന് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നതും. കാർത്തിക് ആണെങ്കിൽ ജോലിയിലേക്കും പ്രവേശിച്ചു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ വെന്റിലേറ്ററിൽ ഒരു പേഷ്യന്റിനെ കിടത്തിയിരിക്കുകയാണ് ഒരു വയസ്സായ ഒരാൾ. അയാൾക്കാണെങ്കിൽ 3 മക്കളുണ്ട്. ഈ 3 മക്കളും 4 ദിവസമായി അച്ഛനെ ഒരേപോലെ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുകയാണ്. എന്തെന്നാൽ അച്ഛൻ മരിക്കും മുമ്പ് അച്ഛന്റെ സ്വത്തുക്കളെല്ലാം കൈപ്പറ്റണമെന്നാണ് അവർക്ക് ആഗ്രഹം. അതുകൊണ്ടാണ് മരിക്കാൻ സമ്മതിക്കാതെ അച്ഛനെ വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്നതും. മക്കൾക്ക് അച്ഛനോടുള്ള സ്നേഹം അച്ഛന്റെ സ്വത്തിനോട് മാത്രമാണ്. അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്ന കാർത്തിക് ആണെങ്കിലോ മക്കളോട് ചോദിക്കും, മരിക്കാറായ ആളിനെ മരിക്കാൻ വിടണം, അല്ലാതെ ഇങ്ങനെ കിടത്തിയിരിക്കുകയല്ല എന്ന് പറഞ്ഞ് അവരെയൊക്കെ തല്ലുന്നു. കാർത്തിക് ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടത് കാരണം അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലുകാർക്ക് 8 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. ഉടനെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അർച്ചനയെ വിളിച്ചിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ഉത്തരവാദിത്തം നിന്റെ തലയിലാണെന്ന് പറയുന്നു. അർച്ചനയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യമായി. അർച്ചന നേരെ വന്നിട്ട് ആനന്ദിയോട് വിവരം പറഞ്ഞു. ആ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞ ആനന്ദിയുടെ അമ്മായിയച്ഛനാണെങ്കിൽ അവനെ നാട്ടിലേക്ക് പറഞ്ഞു വിടുവാനായും പറഞ്ഞു. എന്നാൽ ആനന്ദിയാണെങ്കിലോ പറ്റില്ല, ഞാൻ ഇവനെ നല്ലൊരു മനുഷ്യനാക്കി വീട്ടിൽ കൊണ്ട് ചെല്ലുമെന്നാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അവനിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആനന്ദി അടുത്തതായി ചെയ്തത് താൻ ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് കാർത്തികിനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ PT സാറായിട്ട് അവന് ജോലിയും വാങ്ങി നൽകി. എന്നാൽ അവിടെ കയറിപ്പറ്റിയ കാർത്തിക്കും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അവിടെയുള്ള ടീച്ചർമാരെയൊക്കെ ഓരോരോ കാര്യം പറഞ്ഞ് കളിയാക്കുവാനും അവരുടെ ജോലിയിലൊക്കെ ഇടപെടുവാനും ഒക്കെ തുടങ്ങി. എന്നാൽ അതൊന്നും അവിടെയുള്ള ടീച്ചർമാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം PT പീരീഡിൽ മാത്സ് ടീച്ചർ കയറി ക്ലാസ് എടുത്തു. അത് കാർത്തിക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാർത്തിക് ആണെങ്കിൽ ഉടനെ തന്നെ ടീച്ചറിനോട്, ഇത് PT പീരീഡ് അല്ലേ, പിന്നെന്തിനാ മാത്സ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ടീച്ചർ പറയും, പിള്ളേരൊക്കെ മാത്സിൽ നല്ല വീക്കാണ് എന്ന് ടീച്ചർ പറയുമ്പോൾ അത് കേട്ട കാർത്തിക് ചോദിക്കും, അങ്ങനെയെന്നാൽ ഒരു ടൂർണമെന്റ് നടക്കാൻ പോവുകയാണ്, അപ്പോൾ മാത്സ് പീരീഡ് PT എടുത്താൽ ടീച്ചർ സമ്മതിക്കുമോ എന്ന് ചോദിച്ച് കാർത്തിക് ആണെങ്കിൽ കുട്ടികളുടെയൊക്കെ മുന്നിൽ ഒരു ഹീറോയായി മാറി. കുട്ടികളാണെങ്കിൽ കൈയടിക്കുകയും ഒക്കെ ചെയ്തു. അതാണെങ്കിൽ ആ ടീച്ചറിനെ സഹിച്ചില്ല. ടീച്ചറിനെ അപമാനിക്കും പോലെയായി. കാർത്തികിന്റെ ആ പ്രവൃത്തി ഇഷ്ടമാകാത്ത ടീച്ചറാണെങ്കിൽ റിസൈൻ ചെയ്യുവാനായും തീരുമാനിച്ചു. എന്തെന്നാൽ ഇനി ആ കാർത്തിക്കുള്ള സ്കൂളിൽ ആ ടീച്ചർ ജോലി ചെയ്യില്ല എന്ന വാശിയായി ടീച്ചറിന്. അതെല്ലാം അറിഞ്ഞ ആനന്ദിയാണെങ്കിൽ ടീച്ചർ റിസൈൻ ചെയ്യേണ്ട, കാർത്തികിനെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞ് കാർത്തികിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ആനന്ദിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. അതും വീട്ടിലറിഞ്ഞ ആനന്ദിയുടെ അമ്മായിയച്ഛനാണെങ്കിൽ, എന്നാൽ ശരി, ഞാൻ ഇവനെ കളക്ടറേറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം, അവിടുത്തെ ജോലിയുടെ കഷ്ടപ്പാടൊക്കെ ഇവനൊന്ന് മനസ്സിലാകട്ടെ, അപ്പോൾ ഇവന്റെ സ്വഭാവം മാറുമെന്ന് കരുതി കളക്ടറേറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ അവിടെ ഒരു ചെറിയ പ്രശ്നം നടക്കും. കാട്ടിൽ താമസിക്കുന്ന ജനങ്ങളാണെങ്കിൽ കളക്ടറിനെ കാണാനായി വന്നു. എന്തെന്നാൽ പുലിയുടെയൊക്കെ ആക്രമണം കാരണം അവർക്ക് ജീവിക്കാനായി പറ്റുന്നില്ല. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ഇലക്ട്രിക് കമ്പിവേലി കെട്ടി സഹായിക്കണം എന്ന് അപേക്ഷിക്കുവാനായിട്ടാണ് അവർ വന്നത്. എന്നാൽ അവരുടെ അപേക്ഷ പോലും കാണുവാൻ കളക്ടർ കൂട്ടാക്കിയില്ല. അവരൊരുപാട് കെഞ്ചിയിട്ടും കളക്ടർ മൈൻഡ് ചെയ്തില്ല. കളക്ടർ ആണെങ്കിൽ വീട്ടിലേക്ക് പോകുവാനായിട്ട് ഇറങ്ങുന്ന സമയമായിരുന്നു. എന്നാൽ ആ കാട്ടിൽ താമസിക്കുന്ന ജനങ്ങളാണെങ്കിൽ ദേഹത്തെല്ലാം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുമെന്ന് കളക്ടറിനെ ഭീഷണിപ്പെടുത്തി. എന്നാൽ പേടിച്ച കളക്ടറാണെങ്കിൽ അവരുടെ അപേക്ഷയിൽ ഒപ്പുവെച്ചു കൊടുത്തു. അവർക്കും ഒരുപാട് സന്തോഷമായി. വീട്ടിലേക്ക് പോകുവാനായി കാറിൽ കയറുന്ന കളക്ടറിനോട് കാർത്തിക് ചോദിക്കും, എങ്ങനെ വീട്ടിൽ പോകും, കാറിൽ പെട്രോൾ ഇല്ലല്ലോ. അത് കേട്ട കളക്ടർ പറയും, അതെന്താ പെട്രോൾ ഇല്ലാതെ, ഇത് ഫുൾ ടാങ്ക് അടിച്ചതാണല്ലോ. അപ്പോൾ കാർത്തിക് പറയും, അടിച്ചിരുന്നു, പക്ഷേ ഞാൻ അതെല്ലാം ഊറ്റിയെടുത്ത് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്ന പോലെ ചെയ്യാൻ ഞാനാ പറഞ്ഞു കൊടുത്തത് എന്ന് കാർത്തിക് പറയുമ്പോൾ അത് കേട്ടതും കളക്ടറിന് ദേഷ്യം വന്നു. കളക്ടർ ആണെങ്കിൽ നേരെ വീട്ടിലെത്തി തന്റെ മരുമകളോട്, ഇവനെ ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിർത്താൻ പാടില്ല, ഇവനെ നാട്ടിലേക്ക് പറഞ്ഞയക്കണം. നിന്റെയും നിന്റെ അനുജന്റെയും സ്വഭാവം ഇങ്ങനെ ആകാൻ കാരണം നിങ്ങളുടെ അച്ഛനാ. അയാൾ വളർത്തുന്നതിന്റെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയത്. അതുകൊണ്ടാ നിന്റെ അനുജൻ ചെയ്യുന്ന തെറ്റൊന്നും നിന്റെ കണ്ണിൽ കാണാത്തത്, നീ ഇങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് കേട്ടതും ആനന്ദിക്ക് ദേഷ്യം വന്നു. കാരണം എന്തെന്നാൽ അവരുടെ അച്ഛനെയല്ലേ മോശക്കാരനാക്കി ചിത്രീകരിക്കുന്നത്. ആനന്ദി പറയും, ഞങ്ങളുടെ അച്ഛനെ പറ്റി ഇനി ഒരു വാക്ക് പോലും പറയരുത്. കാരണം ആ മനുഷ്യൻ ഞങ്ങളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ ഈ നിലയിൽ വരെ എത്തിച്ചത്. എനിക്ക് സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതിന് എന്നോട് മാപ്പ് പറയണമെന്നും ആനന്ദി പറയുകയാണ്.
അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അമ്മായിയച്ഛൻ പറയും, ഞാൻ നിന്നോട് സോറി പറയാനോ, അതൊരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ ആനന്ദിയാണെങ്കിൽ അമ്മായിയച്ഛനെ എതിർത്ത് സംസാരിക്കുന്നു. അത് കേട്ട ആനന്ദിയുടെ ഭർത്താവായ അരവിന്ദ് ദേഷ്യം വന്ന് ആനന്ദിയെ അടിക്കുകയാണ്. എന്നാൽ ആനന്ദി ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ തയ്യാറാകാതെ കാർത്തികിനെയും തന്റെ 2 മക്കളെയും കൂട്ടി നാട്ടിലേക്ക് വരികയാണ്. എന്നവർ വന്ന് മാപ്പ് പറയുന്നോ അന്ന് മാത്രമേ ഞാൻ തിരികെ ഈ വീട്ടിലേക്ക് വരൂ എന്ന് ആനന്ദി പറഞ്ഞിട്ടാണ് ഇറങ്ങിയതും. നാട്ടിലേക്ക് വന്നപ്പോൾ നടന്ന വിവരങ്ങളെല്ലാം അറിഞ്ഞ അച്ഛനും അമ്മയും കാർത്തികിനെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ആനന്ദിയാണെങ്കിൽ കാർത്തികിനെ കുറ്റപ്പെടുത്താൻ സമ്മതിക്കില്ല. ഇതിനെല്ലാം കാരണം അവർ തന്നെയാണ്. അവരെന്നെ മോശമായി പറഞ്ഞതുകൊണ്ടാണ് ഞാനും തിരിച്ച് സംസാരിച്ചത്. അവരെന്ന് മാപ്പ് പറയുന്നു അന്ന് മാത്രമേ ഞാൻ തിരികെ പോകൂവെന്നും ആനന്ദി തീരുമാനിക്കുകയാണ്. തന്റെ മകളുടെ ജീവിതം നശിച്ചു പോകാൻ പാടില്ല എന്ന് ചിന്തിച്ച അച്ഛനാണെങ്കിൽ നേരെ ഊട്ടിയിലേക്ക് പോയി ആനന്ദിയുടെ ഭർത്താവിനോടും അമ്മായി അച്ഛനോടും മാപ്പ് പറയുന്നു. എന്നാൽ അവരാണെങ്കിലോ അച്ഛനെ അപമാനിച്ചാണ് അവിടെ നിന്നും ഇറക്കി വിട്ടത്. ആ വിഷമം താങ്ങാനാകാതെ അച്ഛൻ നേരെ വന്ന് ബാറിലിരുന്ന് മദ്യപിക്കുന്നു. അതറിഞ്ഞ കാർത്തിക് അച്ഛനെ കാണുവാനായി ചെല്ലുന്നു. അപ്പോൾ അച്ഛൻ പറയും, ഞങ്ങളുടെ സ്വന്തം മകനായിരുന്നെങ്കിൽ നിന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആകില്ലായിരുന്നു എന്നൊക്കെ അച്ഛൻ പറയും. അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ ആനന്ദിയുടെ അമ്മയാണെങ്കിൽ രണ്ടാമത് പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞിനെയായിരുന്നു. പ്രസവത്തോടെ ആ കുഞ്ഞ് മരണപ്പെട്ടു പോയി. എന്നാൽ ആനന്ദിക്കാണെങ്കിൽ ഒരു അനുജൻ വേണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു. അനുജൻ മരിച്ചുപോയ കാര്യം ആനന്ദി അറിഞ്ഞാൽ അവൾക്ക് താങ്ങാനാകില്ല. അതുകൊണ്ട് അനാഥാലയത്തിൽ നിന്നും ഒരു കുഞ്ഞിനെ അവർ ദത്തെടുത്തു. ആ കുഞ്ഞിനെയാണ് ആനന്ദി സ്വന്തം സഹോദരനെ പോലെ വളർത്തിയതും അവരും സ്വന്തം മകനെ പോലെയാണ് കാർത്തികിനെ വളർത്തുന്നതും. എന്നാൽ ഇതുവരെയും ആനന്ദിക്ക് കാർത്തികിനെ ദത്തെടുത്തതാണെന്നുള്ള കാര്യം അറിയില്ല. കാർത്തിക് ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഷോക്കായി പോകുന്നു. ആനന്ദിയോട് ഒരിക്കലും ആ വിവരം പറയരുതെന്നും അച്ഛൻ പറഞ്ഞിരുന്നു. അതെല്ലാം കേട്ട കാർത്തിക് ആണെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി താൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച് നേരെ ആനന്ദിയുടെ ഭർത്താവിനെയും അമ്മായിയച്ഛനെയും കാണുവാനായി ചെന്നു. മാപ്പ് പറയുകയാണ്. പക്ഷെ അവർ രണ്ടാളും അച്ഛനെ എങ്ങനെയാണോ അപമാനിച്ചത് അതുപോലെ തന്നെ കാർത്തികിനെയും അപമാനിച്ച് അവിടെ നിന്നും ഇറക്കി വിട്ടു. കാർത്തിക് ആനന്ദിയെ പറ്റി ചിന്തിക്കും. എന്തെന്നാൽ ആനന്ദിക്ക് കാർത്തിക് എന്ന് വെച്ചാൽ ജീവനാണ്. സ്വന്തം മക്കളെക്കാളേറെ കാർത്തികിനെ ആനന്ദി സ്നേഹിക്കുന്നു. മാത്രമല്ല കാർത്തിക് എന്ത് വന്നാലും ആനന്ദിക്ക് ഇത് സഹിക്കാനും ആകില്ല. അവനെ അപമാനിക്കും വിധം എന്ത് സംഭവിച്ചാലും അതിൽ നിന്നും എല്ലാം ആനന്ദി അവനെ രക്ഷിക്കാറുമുണ്ട്. അത്രയേറെ അവനെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ളൊരു ചേച്ചിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും കാർത്തികിന് മനസ്സിലുണ്ട്. അങ്ങനെയിരിക്കെ ഒരിക്കൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആനന്ദിയുടെ 2 മക്കളും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം തിരക്കിയ സമയത്താണ്, മാമൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, മാമൻ എപ്പോഴാ തിരിച്ചു പോകുന്നത് എന്ന് ആനന്ദിയോട് തന്റെ 2 മക്കളും ചോദിച്ചിരുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ആനന്ദിയാണെങ്കിൽ 2 പേരെയും തല്ലി. എന്തിനാ അവരെ തല്ലിയത്, അവർ ചോദിച്ചതിൽ എന്താ തെറ്റെന്ന് കാർത്തിക് ചോദിക്കുന്ന സമയത്ത് ആനന്ദി പറയുന്നുണ്ട്, എന്റെ അനുജനെ ആരും ഒന്നും പറയുന്നത് എനിക്കിഷ്ടമല്ല, എനിക്ക് അവനാണ് വലുതെന്ന് പറയുന്നു. അത് കേട്ടതും കാർത്തിക്കിന് ഒരുപാട് സങ്കടമാകും. എന്തെങ്കിലും ചെയ്യണമെന്ന് ഓരോ ദിവസവും കാർത്തിക് ചിന്തിക്കുവാനായും തുടങ്ങി. അങ്ങനെ ഇരിക്കെ ആനന്ദിയുടെ 2 മക്കളും പഠിക്കുന്ന സ്കൂളിൽ ആനുവൽ ഡേ വരാൻ പോവുകയാണ്. അതറിഞ്ഞ കാർത്തിക് ആണെങ്കിൽ 2 കുട്ടികളെ നന്നായി ട്രെയിൻ ചെയ്യിക്കും. വേദിയിൽ സംസാരിക്കുവാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തതും. എന്നിട്ട് കുട്ടികളെ കൊണ്ട് അച്ഛനെ വിളിപ്പിക്കുന്നു. ആനുവൽ ഡേക്ക് അച്ഛനും അമ്മയും വരണമെന്ന് കുട്ടികളെ കൊണ്ട് പറയിച്ചു. അതിന് അരവിന്ദൻ സമ്മതിച്ചു. അങ്ങനെ ആനുവൽ ഡേ ദിവസമെത്തി. കുട്ടികൾ സ്റ്റേജിൽ നന്നായി പെർഫോം ചെയ്തു. ഫാമിലിയെ പറ്റിയാണ് കുട്ടികൾ സംസാരിച്ചതും. കുട്ടികൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും അരവിന്ദിന്റെ മനസ്സിൽ മുറിവേൽപ്പിച്ചു. താൻ ചെയ്തത് തെറ്റാണെന്ന് ഓരോ നിമിഷവും അരവിന്ദിന് തോന്നിക്കൊണ്ടേയിരുന്നു. തെറ്റ് മനസ്സിലാക്കിയ അരവിന്ദാണെങ്കിൽ ആനന്ദിയോട് മാപ്പ് പറഞ്ഞ് 2 കുട്ടികളെയും ആനന്ദിയെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആനന്ദിയെയും 2 മക്കളെയും വീട്ടിൽ കയറ്റുവാനായി കളക്ടർ സമ്മതിച്ചില്ല. അതാണെങ്കിലോ അരവിന്ദിന് ദേഷ്യം വന്നു. അരവിന്ദും അച്ഛനെ എതിർത്തു. അച്ഛനാണെങ്കിൽ അരവിന്ദിനെയും വീട്ടിൽ നിന്നും ഇറങ്ങി പോകുവാനായും പറഞ്ഞു. അരവിന്ദ് തന്റെ അഭിമാനത്തിന് കോട്ടം തട്ടും പോലെയായത്. ഉടനെ തന്നെ ആനന്ദിയും തന്റെ 2 മക്കളെയും കൂട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. കാർത്തിക് വിചാരിച്ചതുപോലെ ഇപ്പോൾ അരവിന്ദ് കാർത്തികിന്റെ വരുതിയിലേക്ക് വന്നു കഴിഞ്ഞു. എന്നാൽ മറ്റൊരു വശത്ത് അർച്ചനയ്ക്ക് വീട്ടിൽ പുതിയൊരു വിവാഹാലോചന കൊണ്ടുവന്നിരിക്കുകയാണ് കളക്ടർ. എന്നാൽ അർച്ചനയ്ക്കാണെങ്കിൽ ആ കല്യാണത്തിന് താല്പര്യമില്ല. തനിക്ക് കാർത്തികിനെയാണ് ഇഷ്ടമെന്ന് അർച്ചന പറഞ്ഞപ്പോൾ വേറെ വിവാഹമൊന്നും താൻ കഴിക്കില്ല എന്നും അർച്ചന ശപഥം ചെയ്തു. അർച്ചനയും ആ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. അർച്ചനയും നേരെ തന്റെ ചേട്ടനടുത്തേക്ക് വന്നു. കളക്ടർ ആണെങ്കിൽ ഭാര്യയുമായി ചെറിയൊരു പ്രശ്നമുണ്ടായി ഭാര്യയും ആ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. കളക്ടറിന്റെ ഭാര്യയും തന്റെ മകനടുത്തേക്ക് വന്നു. കാർത്തിക് വിചാരിച്ചതുപോലെ തന്നെ 3 പേരും തന്റെ വശത്തായി. ഇനി കളക്ടർ മാത്രമേ ഉള്ളൂ. കളക്ടറിനെയും തന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് കാർത്തിക് ചിന്തിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ആദ്യം കാർത്തിക് ചെയ്തത്, മുൻപ് ആ ഒരു കാട്ടിൽ താമസിക്കുന്നവർക്ക് ഇലക്ട്രിക് കമ്പിവേലി കെട്ടിക്കൊടുക്കുന്നതിലെ കളക്ടർ ഒപ്പുവെച്ചല്ലോ, അതിനെ സംബന്ധിച്ച് വീഡിയോ എടുത്ത് ആ ഒരു കാട്ടിൽ താമസിക്കുന്നവർക്കെല്ലാം നല്ലത് ചെയ്തു കൊടുത്തത് കളക്ടറാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് വീഡിയോ ആണെങ്കിൽ പബ്ലിഷ് ചെയ്തു. അത് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി.
അതോടുകൂടി കളക്ടറിന് നല്ല പേര് കിട്ടി. കളക്ടറിന് നല്ലൊരു പോസ്റ്റിലോട്ട് പ്രൊമോഷനും വരാനിരുന്ന സമയമായിരുന്നു. മീഡിയക്കാർ വഴി കാർത്തിക് ചെയ്ത ആ ഒരു വീഡിയോ വൈറലായതുകൊണ്ടാണ് കളക്ടറിന് ഇപ്പോൾ പ്രൊമോഷൻ കിട്ടാൻ പോകുന്നത് എന്നറിഞ്ഞ കളക്ടറിനാണെങ്കിലോ ദേഷ്യം വരികയാണ്. കാർത്തിക് കാരണം തനിക്ക് നല്ലതൊന്നും വേണ്ട എന്ന് കളക്ടർ തീരുമാനിക്കുന്നു. ആ ഒരു ഓഫർ സ്വീകരിക്കുവാനായിട്ടും കളക്ടർ തയ്യാറായില്ല. കാർത്തിക് ആണെങ്കിൽ കളക്ടറിനെ കാണാൻ വന്നിട്ട് മാപ്പും ചോദിക്കുന്നു. പക്ഷേ കളക്ടർ ആണെങ്കിൽ മാപ്പ് കൊടുക്കുവാനായും തയ്യാറായില്ല. കാർത്തിക് ആണെങ്കിൽ പിറകെ നടന്ന് കെഞ്ചുകയാണ്. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുവാനായിട്ട് കളക്ടറും തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കളക്ടറിനെ കുറച്ചുപേർ തട്ടിക്കൊണ്ടു പോവുകയാണ്. അതറിഞ്ഞ കാർത്തിക് ആണെങ്കിൽ ആ സ്ഥലം കണ്ടെത്തി അവിടെ എത്തി കളക്ടറിനെ രക്ഷിക്കുകയും ചെയ്തു. എന്നിട്ടും കാർത്തിക് മാപ്പ് ചോദിച്ചു. പക്ഷേ കളക്ടർ ആണെങ്കിൽ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോയി. അതൊന്നും സഹിക്കാനാകാത്ത കാർത്തിക് ആണെങ്കിലോ നേരെ തന്റെ അച്ഛനും അമ്മയ്ക്കും അടുത്തെത്തിയിട്ട് ഞാൻ തോറ്റുപോയി, ഞാൻ വിചാരിച്ച കാര്യം ഒന്നും നടന്നില്ല, എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് കാർത്തിക് ഒരുപാട് കരയും. അപ്പോഴാണ് ഒരു സത്യം അച്ഛൻ പറയുന്നത്. എന്തെന്നാൽ കാർത്തിക് ചെയ്ത ആ ഒരു നല്ല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ കളക്ടർ ആണെങ്കിൽ തന്റെ ഈഗോ എല്ലാം മറന്ന് കാർത്തികിനോട് ക്ഷമിക്കുവാനായും തീരുമാനിച്ചു. അച്ഛനെയും അമ്മയും വന്ന് കണ്ടിട്ട് ഞാൻ അന്ന് പറഞ്ഞതിനെല്ലാം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ നിങ്ങളുടെ 2 മക്കളെയും നന്നായി വളർത്തി. എനിക്കാണ് തെറ്റുപറ്റിയത്, ഞാനാണ് അവരെ മനസ്സിലാക്കാതിരുന്നത്, എന്റെ ഈഗോ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞ് കാർത്തികിന്റെ അച്ഛനോടും അമ്മയോടും മാപ്പ് പറഞ്ഞു. അരവിന്ദിനെയും ആനന്ദിയെയും 2 മക്കളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായും കളക്ടർ തീരുമാനിച്ചു. മാത്രമല്ല അർച്ചനയെ കാർത്തികിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാനായിട്ടും കളക്ടർ തയ്യാറായി. അതെല്ലാം കേട്ട കാർത്തികിനും ഒരുപാട് സന്തോഷമായി. അങ്ങനെ അർച്ചനയുടെയും കാർത്തികിന്റെയും വിവാഹം എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നല്ല സന്തോഷത്തോടെ നടക്കുകയാണ്. അതോടുകൂടി സിനിമയും അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.